ഒന്ന് തിരിഞ്ഞ് ബാക്കൊക്കെ മാക്സിമം തിരിഞ്ഞേക്കുന്നത്. നാട്ടുകാർ കമ്പിപ്പാരയ്ക്ക് കുത്തി മറിച്ചിട്ടേക്ക. അയ്യോ, അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട, ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ, വിരോധമില്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിലെറിഞ്ഞേക്കൂ. മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ, മതി മതി. അയ്യോ, ഒരു ഫോട്ടോ വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിലെങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് വിട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ? വന്നിരുന്നെങ്കിൽ പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്. അടി പിന്നെ സഹിക്കാം. വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ നേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്നും പറഞ്ഞോണ്ടിരുന്ന ഇപ്പായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ദാ കണ്ടില്ലേ, സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി. എന്താവോ? ഓ, വന്നല്ല രാക്ഷസി. ഞാൻ വിചാരിച്ചത്രയും ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. വിചാരിച്ചത് എത്രയാണാവോ? സരസപ്പം പെറ്റുകിടക്കുവാണോടാ? അതേടാ, പെറ്റുകിടക്കുവാ. കുട്ടി ആണാടാ പെണ്ണാണെന്ന് നോക്കണാ. ഈ കിടപ്പ് കുറച്ചു നാളത്തെ കൂടി നീട്ടിക്കിട്ടാൻ ഞാൻ ഒന്നുകൂടി സ്പോൺസർ ചെയ്യണോ? എനിക്കിതൊന്നും പുത്തരിയല്ല, പക്ഷെ ഇവന്മാർക്ക് ഇത് ഇച്ചിരി കൂടിപ്പോയി. സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നോ? രക്ഷപ്പെട്ട് കളഞ്ഞല്ലേ? എന്തായാലും ഇത് കുറച്ച് കൂടിപ്പോയി പൊന്നു. അവരൊരു തമാശ കാണിച്ചതല്ലേ, അതിന് ഇത്രയും വേണമായിരുന്നോ? ഓഹോ, തമാശയായിരുന്നല്ലേ? എന്നാ ഞാനും ഒരു തമാശ കാണിച്ചു എന്ന് കരുതിയാ മതി. ഇനി എന്നോട് ഇതുപോലെ തമാശ കാണിച്ചാ കളി പഠിപ്പിക്കേ പൊന്നു. സത്യം പറ, എന്റെ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? എനിക്കറിയില്ല. കണ്ടുപിടിച്ചോളാം ഞാൻ. ചെലപ്പാ ഫോട്ടോയുടെ കാര്യത്തിൽ എന്നെ ഒറ്റ കൊടുക്കരുത്. ജോലി ഉണ്ടെങ്കിലേ വല്ലപ്പോഴേ ലീവ് എടുക്കാൻ പറ്റുള്ളൂ, ഒന്നിച്ചു കൂടാൻ പറ്റുള്ളൂ. വരുന്നു. അതെ, ഈ ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക വേണമെങ്കിൽ ഞാൻ കഴിക്കാം സിസ്റ്റർ. ആഹാരം എന്നെ കൊന്നാലും ഞാൻ കഴിക്കില്ല. അതെന്താ? ആഹാരം കഴിച്ചാൽ എനിക്ക് വയറ്റിൽ തോന്നുമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം അടച്ചു വച്ചേക്കല്ലേ ദ്രോഹികൾ. ഓ, നല്ല എമണ്ടൻ ഇടിയും പിന്നിലോ. നേരെ അത്രേ സമയത്ത് വീട്ടിൽ വന്ന് കയറണം എന്നുള്ള വിചാരം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവന്? മഴയായതുകൊണ്ട് ക്ലബ്ബിൽ അങ്ങനെ കിടന്നിട്ടുണ്ടോ? ആദ്യം ആ ക്ലബ് എവിടെ തല്ലി പൊളിക്കണം. ഒരു സെൽഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ വിളിക്കായിരുന്നില്ലേ? എങ്ങനെയാണ്? ഇനി അതിന്റെ കുറവ് മാത്രമേ ബാക്കിയുള്ളൂ. തന്നെത്താൻ അധ്വാനിച്ച് കാശുണ്ടെങ്കിൽ സെൽഫോൺ വാങ്ങിക്കട്ടെ. വെരികിനെ കൂട്ടിലടച്ചതുപോലെ ഇങ്ങനെ നടക്കണ്ട, അവൻ വന്നോളും. ഈശ്വര, നനഞ്ഞു കുളിച്ചിട്ടാണല്ലോ വരവ്. ഇത് ഈ മഴയത്ത് തന്നെ കൊണ്ടുവരണമെന്ന് വലിയ നിർബന്ധമായിരുന്നു നിനക്ക്, എന്നോടുള്ള വാശി തീർക്കാനല്ലേ? അത് ശരി, നന്നായി കൊണ്ടുവന്ന കുഴപ്പമില്ല. എന്താണ്? ഒന്നുമില്ലാന്ന്. ഏട്ടൻ എന്തു പണിയെ കാണിച്ച്? വല്ല പനിയും പിടിച്ച് കിടന്നാലോ? കിടന്നാലെന്താടി? പണം മുടക്കി ചികിത്സിക്കാൻ ആളിരിക്കല്ലേ ഇവിടെ? ആ ചാറ്റമഴ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇറങ്ങിയപ്പോ. ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്ക്, നശിച്ച ഒരു മഴ. അപ്പോഴും മഴയ്ക്കാ കുറ്റം. മോന് പറ്റിയ അമ്മ ഞാൻ തുടച്ചോളാം. ഒരു മഴ പെയ്ത് എനിക്കാ കുറ്റം. നിന്റെ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ കക്ഷി ഇവളായിരുന്നു, നിന്റെ അമ്മ. 2 എണ്ണം ഇവക്കൂടെ കിട്ടിയേനെ. അതിലും നല്ലത് യമണ്ടൻ തന്നെയായിരുന്നു. എന്താണ് വിശന്നിട്ട് അണ്ടം കത്തുന്നു പറഞ്ഞതാ. കേട്ടു തോന്നുന്നു. അമ്മ ചോറ് വിളമ്പ്. അയ്യോ, അല്ല, കൂട്ടുകാരെയൊക്കെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വന്നോ അതോ അവരിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണോ? ഇല്ല, കൊണ്ടുവന്നു. ഓ, എടാ ഇപ്പൊ മനസ്സിലായോ? നാറിയവനെ ചുമന്നാൽ ചുമന്നവനെ നാറും. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയും അത് പറഞ്ഞ് എമണ്ടം കാര്യമാക്കണ്ട. എന്ത് കാര്യമാക്കണ്ടെന്ന്? അല്ല, വലിയ ആനക്കാരിയാക്കണ്ടെന്ന് പറഞ്ഞതാ. നീ ഇരിക്കെ. മോനെ വിളമ്പി ഉരുട്ടി കൊടുക്ക. എന്താ ഇത്? ഈ ഗുരുമാലൊക്കെ ഒപ്പിക്കുന്ന സമയം കൊണ്ട് ആ കടയിൽ വന്നൊന്നിരുന്നാൽ അച്ഛൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി പോയേനെ.
അമ്മ എന്റെ വിഷമിക്കണ്ട കാലം കഴിഞ്ഞാൽ ചോറുള്ള എന്ത് ചെയ്ത് ജീവിക്കാനാ സാറിന്റെ വിചാരം? ഈ പ്രായത്തില് എന്റെ അച്ഛനമ്മമാരെ പോറ്റിയിരുന്നത് ഞാൻ അധ്വാനിച്ചിട്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു ഒഴിവും കിട്ടിയിട്ടില്ല. എന്നാൽ ഇത്രയും കാലമായി അച്ഛൻ പോത്തിനെ പോലെ പണിയെടുക്കുക. അങ്ങേർക്കൊരു കൈ സഹായത്തിന് കൂടെ നിൽക്കാനൊരു തോന്നൽ എന്റെ ചാളവറുത്ത് പുത്രൻ എന്താ? ആലോചിക്കുക. കഷ്ടം. ഇല്ലേ? ആ ഇതുണ്ടായിരുന്ന ചേച്ചേ എന്തിനാ മുട്ട പോത്തുന്നേ? വെട്ടി വീഴിക്കും. നിങ്ങൾ പച്ചക്കറി ആയതുകൊണ്ടാ ഞാൻ. അതേടി, ഞാൻ പച്ചക്കറി തന്നെ. ഞാൻ പച്ചക്കറി ആയതുകൊണ്ടാണല്ലോ ഇവനേക്ക് എങ്ങനെ തീറ്റി പൂറ്റുന്നത്. നിനക്കുള്ള ഇന്റർവ്യൂ കാർഡ് കോയമ്പത്തൂരിലെ TVS കമ്പനി. ഇതൊന്ന് ഒപ്പിട്ട് കൈവാങ്ങാൻ പോലും സാറിന് സമയമില്ല. പിന്നെ എന്റെ കെയർ ഓഫ് ആയതുകൊണ്ട് പോസ്റ്റ്മാൻ നാരായണൻ എന്റെ കയ്യിൽ തന്നെ തന്നു. അല്ല, ഇനി ഈ കടയിലെ പൊതിയെല്ലാം കെട്ടിക്കൊടുക്കുന്നത് മാനക്കേടാണെങ്കിൽ വേണ്ട. പക്ഷെ നാളെ രാവിലെ കോയമ്പത്തൂരെത്തി ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കണം. ഗാന്ധിപുരത്താണ് ഓഫീസ്. 10 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. കോയമ്പത്തൂർ എന്നൊക്കെ പറയുമ്പോ ഇത്രയും കാലത്തെ അതെ. എന്തോന്ന് ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത് ആഫ്രിക്ക ഇസ്രാണൊന്നുമല്ല. ഇവിടുന്ന് കഷ്ടിച്ച് 1.5 മണിക്കൂർ, ഏറിയ 2. ഇനിയിപ്പോ 7 മണിക്ക് പുറപ്പെട്ടാലും സമയത്തൊക്കെ എത്തിച്ചേരാവുന്ന കാര്യമേ ഉള്ളൂ. നാളെ എന്നൊക്കെ പറയുമ്പോ ചൊവ്വാഴ്ചയായിട്ട് ഇന്റർവ്യൂ. എന്താ ചൊവ്വാഴ്ചയാൽ ഇന്റർവ്യൂവിന് പോകാൻ പാടില്ല എന്നുള്ള ശാസ്ത്രമുണ്ടോ? അല്ല, ജോലി കിട്ടില്ല എന്നൊരു ശാസ്ത്രം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് നീ പോയില്ലെങ്കിൽ ഇത്രയും കാലം കണ്ട വെറും പച്ചക്കറി ശ്രീധരക്കുറുപ്പിനെ അല്ല നീ കാണാൻ പോകും. നിന്നോടും കൂടാ പറഞ്ഞു. ആരാണോ ഈ ജോലി കണ്ടുപിടിച്ചത്? എങ്ങോട്ടാ രാവിലെ? കോയമ്പത്തൂർ വരെ. എന്താ വിശേഷിച്ച്? ഓ, ഇന്റർവ്യൂ. എന്താ ബസ്സിലിരുന്ന കാഴ്ചകളുണ്ട്, ഉറങ്ങിപ്പോരുത്. പിന്നെ എന്തുവാ പറയണമെന്ന് പറഞ്ഞ ചെലവിന് തന്ന കാശ് സൂക്ഷിച്ചോണം. പോക്കറ്റ് അടിച്ച് പോയാൽ പിന്നെ തിരിച്ചു വരാൻ തമിഴ്നാട്ടിലെ റോഡിൽ കിടന്ന് തെണ്ടേണ്ടി വരും. മതി പറഞ്ഞത്. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വിചാരം ഉണ്ടാ മതി. ഇത് പറയാനാണ് രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നത്. ഇത് പറയാനല്ല, നിന്റെ അമ്മയ്ക്ക് ഏതോ വഴിപാട് നടത്താനുണ്ടെന്ന്. ഇവിടെ അടുത്തുള്ള ഏതോ ഭഗവാന്റെ അമ്പലത്തിലായത് എന്റെ ഭാഗ്യം. എന്താ അപ്പം വാ. ഒരു എമണ്ട മഴ വരുന്നുണ്ട്, നീ അങ്ങോട്ട് കയറിയുന്നു. ശരി മോനെ, സൂക്ഷിച്ചു പോണേ. ശരിയമ്മ. ഇത് വെച്ചോ. പാൻറ്റും കോപ്പൊക്കെ ഇട്ട് അവൻ്റെ ഒരു നിപ്പ് കണ്ടില്ലേ? ഒന്ന് വിരട്ടി വിട്ടില്ലെങ്കിൽ ശരിയാവില്ല. നീ വാ. രക്ഷപ്പെട്ടു എന്ന് കരുതി ഞെളിഞ്ഞ് നടക്കുവാണല്ലോടാ. ഞാൻ അറിയാത്ത കാര്യം, എന്നൊന്നും ചെയ്യരുത്. ചെയ്യരുതെന്നോ? നിന്നെ ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കാന്നോ ഞങ്ങൾ? ഞാനൊന്ന് പറയട്ടെ. നീ ഒന്ന് മെഡിക്കൽ ക്യാമ്പ് ഒന്നെ വീട്ടിലെ പെണ്ണെ കിട്ടോളാം. ഇനിയൊന്നും ചെയ്യേണ്ടത് പറ. നീ അതിൽ ഇടപെടണ്ട. അവനെ 2 കിട്ടേണ്ടത് അത്യാവശ്യം. ഇനി മതി. അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായി
സുഭാഷിനെയാണല്ലോ തല്ലുന്നത്. രണ്ടാളെ കൂടി ഒരുത്തിനെത്തല്ല നാളമില്ലടാ. തല്ലുകാലൊക്കെ തരത്തിലുള്ളവരെ പോയി തല്ലേ. നീ ഇനി വല്ല അഭ്യാസവും കാണിച്ച വച്ചേക്കില്ല നായേ. വാടി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ വാസുട്ട അവരെന്നോട് ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയതാ. ഞാൻ അച്ഛനോട് എന്താ പറയാ? സാരമില്ല മോനെ.